8 നോമ്പിൻ്റെ 2-ാം ദിവസം നോമ്പെടുക്കണേ. ഇനി ഏതെങ്കിലും കാരണവശാൽ ഇന്നലെ 1-ാം തീയതി നോമ്പെടുക്കാൻ പറ്റിയില്ല, ഇനി ആയാലും എടുക്കുക. ഇനി 7 ദിവസം കൂടെ അല്ലേ ഉള്ളൂ. കുടുംബം ഒരുമിച്ച് മത്സ്യവും മാംസവും ഇനി പറ്റുന്ന നമ്മുടെ പ്രിയങ്ങൾ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് നോമ്പെടുത്ത് നമ്മളെ ഒന്ന് ഒരുക്കാം. ഒരു ആത്മീയ ഒരുക്കത്തിൻ്റെ കാലമായിട്ട് ഇത് മാറട്ടെ. സഭാപിതാവ് ഇരണേവൂസ് മറിയത്തെക്കുറിച്ച് പറയുന്ന കാര്യം, മനുഷ്യകുലത്തിൻ്റെ മേൽ ഹൗവ കെട്ടിമുറുക്കിയ ഒരു കെട്ടിനെ മറിയം നമുക്ക് വേണ്ടി അയച്ചു തന്നു. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, ഹൗവ സംശയത്താലെ വരുത്തി വെച്ചൊരു കെട്ട് മറിയം വിശ്വാസത്താലെ അയച്ചു തന്നു. എന്താണ് ഈ സംശയവും ഈ വിശ്വാസം? ഹൗവ ദൈവത്തെ സംശയിച്ചു. എപ്പോ? കൗശലക്കാരനായ സർപ്പം ഹൗവയോട് പറഞ്ഞു കൊടുത്തു, ഈ മരത്തിൽ നിന്ന് കഴിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും. അപ്പോൾ ഹൗവയ്ക്ക് സംശയം, അപ്പോൾ ദൈവം ഞങ്ങളെ കബളിപ്പിച്ചതാണോ, ദൈവം ഞങ്ങളെ പറ്റിച്ചതാണോ? ദൈവത്തെ സംശയിച്ചു. ഹൗവ ദൈവത്തെ സംശയിച്ചപ്പോൾ ആ സംശയം മനുഷ്യകുലത്തിന്റെ മേലൊരു പാപക്കെട്ടായി വന്നു ഭവിച്ചു. മറിയം ദൈവത്തെ വിശ്വസിച്ചു. സംശയിക്കാൻ എല്ലാ കാരണങ്ങളും എല്ലാ അവകാശവും ഉള്ളൊരു നേരത്തും, എന്താണ് ആ കാരണവും അവകാശവും? സ്വർഗം പറയുന്നു, കന്യകയായ പെൺകുട്ടിയോട് പറയുന്നു, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. പുരുഷനെ അറിയാത്ത അവൾ സ്വാഭാവികമായി സംശയിക്കണ്ടേ? ഇതെങ്ങനെ? ഒരു ഡിസ്ബിലീഫ് അവളിൽ നിന്നുണ്ടാകണ്ടേ? പക്ഷെ അവള് വിശ്വസിച്ചു. ആ വിശ്വാസത്താലെ ഈ കെട്ട്, ഹൗവ പണ്ട് കെട്ടിയ കെട്ട് മറിയം നമുക്ക് വേണ്ടി അയച്ചു തന്നു. പ്രിയമുള്ളവരെ, നമുക്കുമൊക്കെ സംശയങ്ങളാണിപ്പോൾ. സംശയമാണ്, പ്രത്യേകിച്ച് ഈ പ്രായമൊക്കെ എത്തുമ്പോൾ പിന്നെ സംശയങ്ങൾ കൂടുകയാണ്. എന്തൊക്കെ സംശയങ്ങൾ? ഇതൊക്കെ ഉള്ളതാണോ കർത്താവേ? നീ ഉണ്ടോ? ഞങ്ങൾ ഈ ചെല്ലുന്ന പ്രാർത്ഥനയൊക്കെ മുകളിലോട്ട് എത്തുന്നുണ്ടോ? ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യമൊക്കെ നീ കണ്ട് നോക്കി ചെയ്യുന്നതാണോ? സംശയമാണ്. സംശയിക്കാൻ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും ഏറുന്ന നേരത്തും വിശ്വസിക്കാമോ? കാരണം ഉണ്ടല്ലോ, സംശയങ്ങളെല്ലാം ഒരു കെട്ടാണ്. സംശയങ്ങളെല്ലാം ഒരു കെട്ട് കൊണ്ടുവരും നമ്മുടെ ജീവിതത്തിൽ. വിശ്വസിക്കുക, മുകളിലൊരു ദൈവമുണ്ടെന്നും അവൻ എന്നെ ഒത്തിരി സ്നേഹമാണെന്നും ആ ദൈവം എൻ്റെ ജീവിതത്തിലെല്ലാം നന്മയ്ക്കായി പൗലോസ്ലീഹ പറയുന്ന പോലെ പരിണമിപ്പിക്കുമെന്നും. ആ വാക്ക് പ്രധാനപ്പെട്ടതാണ്, പരിണമിപ്പിക്കും. ദാറ്റ് മീൻസ് ഇപ്പൊ കാണുമ്പോൾ നന്മയായിട്ട് തോന്നുന്നില്ല, പക്ഷേ കർത്താവ് അതിനെ പരിണമിപ്പിക്കും, നന്മയ്ക്കായി മാറ്റിത്തരുമെന്ന് വിശ്വസിക്കുക. മറിയത്തെ പോലെ